16 ഇനം പച്ചക്കറികൾക്കും പഴങ്ങൾക്കുമാണ് താങ്ങുവില തറവില പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പഴവർഗ കൃഷിയെ ഏകീകരിച്ച് ഉൽപാദനം 20,16,000 ടണ്ണായി ഉയർത്താനായി. റബ്ബർ കർഷകരുടെ കാര്യം എടുത്താൽ വിലസ്ഥിരത പദ്ധതിയിലൂടെ മിനിമം വില 200 രൂപയായി ഉയർത്തി. 279,41,00,000 രൂപ പ്രോത്സാഹനമായി ഈ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. തോട്ടം നികുതി പൂർണ്ണമായും ഒഴിവാക്കി. നമ്മുടെ കേരളത്തിൻ്റെ നാളികേര മേഖലയിലും വൻ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ നമുക്കായത്. അതിൽ കേരഗ്രാമം പദ്ധതി നല്ല നിലക്ക് നാട് സ്വീകരിച്ചു വന്നാണ്. 597 കേരഗ്രാമങ്ങളാണ് രൂപീകരിച്ചത്. അതോടൊപ്പം ഉൽപാദനക്ഷമത നേരത്തെ ഹെക്ടറിന് 6,228 അത് 7,211 ഉയർത്താനായി. പച്ചത്തേങ്ങയുടെ സംഭരണ വില 34 രൂപയായി നിശ്ചയിക്കുന്ന സ്ഥിതിയുണ്ടായി. കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനത്തിൽ പുതിയ മാതൃക തന്നെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞു. സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ ബ്രാൻഡ് ചെയ്ത് വിപണിയിലെത്തിക്കുന്ന സംവിധാനം, അതിന് നല്ല സ്വീകാര്യതയാണ് ലഭിച്ചത്. തരിശുഭൂമി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ വൻ ഇടപെടൽ നടത്തുന്ന സ്ഥിതി ഈ കാലത്തുണ്ടായി. സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ 24,990 ഹെക്ടർ ഭൂമി കൃഷിയോഗ്യമാക്കി. കടക്കണിയിലായ കർഷകർക്ക് സഹായത്തിലും നല്ല വ്യത്യാസം കാണാൻ സാധിക്കും. കടക്കണിയിലായ കർഷകർക്ക് നൽകിയ സഹായത്തിൽ UDF സർക്കാർ 107 കോടി രൂപയായിരുന്നു നൽകിയിരുന്നത്. 2016 മുതൽ ഇതുവരെ എടുത്താൽ 597 കോടി 48 ലക്ഷം രൂപ കടാശ്വാസമായി അനുവദിച്ചിട്ടുണ്ട്. മാത്രമല്ല, കടാശ്വാസ പരിധി 2 ലക്ഷമായി ഉയർത്തുകയും ചെയ്യും. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിയ ദശാബ്ദമാണ് നാം പിന്നിടുന്നത്. ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത ഭരണ സംവിധാനമാണല്ലോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. അവയെ സജീവവും ഫലപ്രദവുമായി മാറ്റി എന്നതാണ് ഈ 10 വർഷക്കാലത്തെ പ്രധാന നേട്ടങ്ങളിൽ. നമ്മുടെ നാട് മാലിന്യമുക്ത കേരളം എന്ന ലക്ഷ്യം വെറും മുദ്രാവാക്യമായി മാറിയില്ല. ഹരിത കേരള മിഷൻ രൂപീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനം, അതിൻ്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുഖേനയാണ് നടപ്പാക്കപ്പെട്ടത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സജീവമായ ഇടപെടൽ ഉണ്ടായി എന്നതാണ് അനുഭവം. അതേപോലെ തന്നെ ഇപ്പോൾ K-സ്മാർട്ട് സംവിധാനം എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഗുണം സേവനങ്ങൾ വേഗത്തിലും സുതാര്യമായും ലഭ്യമാകുന്നു എന്നതാണ്. ഇത് ജനങ്ങൾക്ക് അങ്ങേയറ്റം
ഉപകാരപ്രദമായൊരു സംവിധാനമാണ്. അനാവശ്യമായ കാലതാമസം ഒഴിവാകുന്നു. അതോടൊപ്പം തന്നെ അഴിമതിയുടെ സാധ്യതകളും ഗണ്യമായി കുറക്കാനാകുന്നു. ഡിജിറ്റൽ സേവനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മുടെ DG കേരളം പദ്ധതിയിലൂടെ നല്ല മുന്നേറ്റമാണ് കൈവരിക്കാനായത്. ജനങ്ങളുടെ പരാതികൾക്ക് സമയബന്ധിതമായി പരിഹാരം കണ്ടെത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അദാലത്തുകൾ ഫലപ്രദമായി സംഘടിപ്പിച്ചു. വർഷങ്ങളായി കെട്ടിക്കിടന്ന പ്രശ്നങ്ങൾ നല്ല രീതിയിൽ വേഗത്തിൽ പരിഹരിക്കാൻ ഈ സംവിധാനം സഹായിച്ചു. അതോടൊപ്പം കാലഹരണപ്പെട്ട നിയമങ്ങൾ തിരുത്തുകയും പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത് ഭരണ കാര്യക്ഷമത നല്ലതുപോലെ വർദ്ധിപ്പിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയായ കുടുംബശ്രീ, ആ കുടുംബശ്രീയെ സാമ്പത്തിക ശക്തിയുള്ള സാമൂഹിക പ്രസ്ഥാനമായി ഉയർത്താനായി എന്നതാണ് മറ്റൊരു വലിയ നേട്ടം. 1.5 ലക്ഷത്തിലധികം സൂക്ഷ്മ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ടുണ്ട്. 3,16,000 പേർക്ക് ഉപജീവനം ഇതിൻ്റെ ഭാഗമായി ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ യഥാർത്ഥ മാതൃകയായി കുടുംബശ്രീ മാറി. വിവിധ ജില്ലകളിൽ പ്രീമിയം ഭക്ഷണശാല ഉൾപ്പെടെ നവീന സംരംഭങ്ങൾ ആരംഭിച്ചു. പുതിയ സാധ്യതകളാണ് ഇതിൻ്റെ ഭാഗമായി തുറക്കാനായത്. ഇപ്പം തന്നെ നാട് നേരിടുന്ന പ്രശ്നങ്ങളിൽ കുടുംബശ്രീ ഫലപ്രദമായി ഇടപെടുന്നതിന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം കൂടി ചേർന്നാൽ തദ്ദേശ സ്വയംഭരണ മേഖലയെ ജനകീയവും സുതാര്യവും ഫലപ്രദവുമായ സംവിധാനമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഈ 10 വർഷത്തെ അനുഭവം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി മേഖല 2016 മുൻപ് കേരളം ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധി നേരിട്ടു. ലോഡ് ഷെഡിങ് ഒരു പതിവാകുന്ന നില ഇവിടെ ഉണ്ടായിരുന്നു. ഇത് വൈദ്യുതി കുറവിൻ്റെ പ്രശ്നം മാത്രമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ദീർഘവീക്ഷണമില്ലാത്ത നയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ചേർന്ന് ഉണ്ടാക്കിയ പ്രതിസന്ധിയായിരുന്നു. പ്രസരണ ശൃംഖലയുടെ ദൗർബല്യം അത് വ്യക്തതയോടെ കാണാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വൈദ്യുതി പോലും പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ മുൻതൂക്കം കൊടുക്കേണ്ടത് അത് വൈദ്യുതി കൊണ്ടുവരാനുള്ള പവർ ഹൈവേകൾക്കും മറ്റും നല്ല താല്പര്യത്തോടെ മുൻഗണന കൊടുക്കേണ്ടതാണ്. പക്ഷേ പവർ ഹൈവേ പദ്ധതികൾ നിശ്ചലമായതും ആ കാലഘട്ടത്തിൽ നമ്മുടെ അനുഭവമാണ്. ഇടമൺ കൊച്ചി 400 kV ലൈൻ അത് വളരെ നിർണായകമായൊരു പദ്ധതിയായിരുന്നു. പക്ഷേ ഒരു പുരോഗമനവും അതിലുണ്ടായി. ഒരിടത്തെത്തിയപ്പോൾ പൂർണ്ണമായി സ്തംഭിക്കുന്ന അവസ്ഥ വന്നു. ഇതിൻ്റെയൊക്കെ ഫലമായി വലിയ സാമ്പത്തിക നഷ്ടം, വൈദ്യുതിക്ഷാമം നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന നിലയുണ്ടായി. ഇത്തരമൊരു സാഹചര്യമാണ് LDF സർക്കാർ അടിസ്ഥാനപരമായി മാറ്റിയത്. 2017 മെയ് 29 കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണം കൈവരിച്ച സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. എല്ലാവരും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, രാജ്യവും ശ്രദ്ധിച്ച കാര്യമാണ്. ഇടുക്കിയിലെ ഇടമലക്കുടി പോലുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിച്ചത്.
പ്രസരണ ശൃംഖല നവീകരിക്കാൻ 10,000 കോടി രൂപയുടെ ട്രാൻസ്ക്രിപ്റ്റ് പദ്ധതിയാണ് നടപ്പാക്കിയത്. ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 2092.16 മെഗാവാട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. മുടങ്ങിയ പദ്ധതികൾ പൂർത്തിയാക്കി ചെറുകിട ജലവൈദ്യുതികൾ വഴി ഉൽപ്പാദന ശേഷി നല്ലതുപോലെ വർദ്ധിപ്പിക്കാനും കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ വൈദ്യുതി ഉപഭോഗം ചരിത്രത്തിലെ ഉയർന്ന നിലയിലെത്തിയിരിക്കുകയാണ്. പക്ഷേ വിതരണം തടസ്സമില്ലാതെ തുടർന്നു എന്നാണ് അനുഭവം. മാർച്ച് 25-ന് ഉപഭോഗം 5,802 മെഗാവാട്ട് എന്ന റെക്കോർഡിലെത്തി. പ്രതിദിന ഉപഭോഗം 108.03 ദശലക്ഷം യൂണിറ്റായി ഉയർന്നു. എന്നിട്ടും വൈദ്യുതി വിതരണം സുഗമമായി നടക്കുന്നുണ്ട്. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ വിതരണം ഉറപ്പാക്കുന്നുണ്ട്. ഇത് വലിയ നേട്ടമാണ്. ജലവൈദ്യുതിയും സൗരോർജവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഉൽപാദന വർധനവ്, പ്രസരണ ശൃംഖലയുടെ ശാക്തീകരണം, കൃത്യമായ മുൻകൂട്ടിയുള്ള ആസൂത്രണം ഇവയുടെയൊക്കെ സംയോജനമാണ് ഇത്തരമൊരു സ്ഥിതി സൃഷ്ടിച്ചത്. വൈദ്യുതി മേഖലയെ പ്രതിസന്ധിയിൽ നിന്ന് സ്ഥിരതയിലേക്കും വളർച്ചയിലേക്കും എത്തിച്ചത് ഈ 10 വർഷത്തെ സർക്കാരിൻ്റെ കൃത്യമായ വ്യക്തമായ ഇടപെടലുകളിലൂടെയാണ് എന്നതും കാണാൻ സാധിക്കും. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. ഇപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ സർക്കാരുമാണ് ഇതിന് പിന്നിൽ എന്നൊരു പ്രചരണം പല കോണുകളിലും നടക്കുന്നു. അത് പിന്നെ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള നുണകൾ പ്രചരിപ്പിക്കാൻ ചിലർ വല്ലാതെ പാടുപെടുക. ജനങ്ങളെ വളരെ കുറച്ച് കാണുകയാണ്. അതാണ് അതിനകത്തുള്ള ഒരു പ്രത്യേകത. ജനങ്ങളിതെല്ലാം വിശ്വസിക്കുമെന്നാണ് ഇത്തരം പ്രചാരകർ കരുതുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ ചില ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഒറ്റപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് ഇത്തരം പ്രചരണങ്ങളിലൂടെ നോക്കുന്നത്. ഇവിടെ ഗ്യാസിൻ്റെ വിതരണത്തിന് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. കാരണം നേരത്തെ ഇറാനിൽ നിന്ന് ഗ്യാസ് കൊണ്ടുവരാനുള്ള ഒരു കരാറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാനിൽ നിന്ന് പാകിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് ഗ്യാസ് കൊണ്ടുവരാനായിരുന്നു പരിപാടി. അത് ഏകദേശം എല്ലാം പൂർണ്ണമായി. പക്ഷേ അമേരിക്കക്ക് ഇഷ്ടമായില്ല. അമേരിക്ക അത് പാടില്ല എന്ന് പറഞ്ഞു. അന്ന് BJP ഗവൺമെൻറ് അല്ല കേട്ടോ, മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അപ്പോൾ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതിൻ്റെ ഭാഗമായി ആ പദ്ധതി ഉപേക്ഷിച്ചു. യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പായിരുന്നുവെങ്കിൽ ഒരു പ്രശ്നവും ഗ്യാസുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ടാകുമായിരുന്നില്ല. ആ ഘട്ടത്തിൽ ആണവ കരാറിലേക്ക് പോവുകയായിരുന്നല്ലോ കോൺഗ്രസ്. ആണവ കരാർ ഉണ്ടാക്കാനിടയുള്ള പ്രശ്നങ്ങൾ ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അതിൻ്റെ മേന്മ വലിയ തോതിൽ അന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. അന്ന് പറഞ്ഞ ഒരു കാര്യം, ഒരു ഇന്ധനക്ഷാമവും ഇവിടെ ഉണ്ടാവില്ല, രാജ്യത്തുണ്ടാവില്ല. ആവശ്യമായ ഇന്ധനമൊക്കെ അമേരിക്ക നൽകും എന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്ന് കോൺഗ്രസിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ച കാര്യമാണ്. അമേരിക്കയോടുള്ള വിധേയത്വത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. ആ നയമാണ് BJPയും ഇപ്പോൾ ശക്തമായി തുടരുന്നത്. ഈ രണ്ടു കൂട്ടരുമാണ് ഇത്തരമൊരു നിലപാടിന് ഇടയാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന് ഇതിലെന്താ ചെയ്യാൻ കഴിയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വേറെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷേ ആ ഉത്തരവാദിത്വം അത് മറച്ചു പിടിക്കാൻ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയാണ്
പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കാലമായതുകൊണ്ട് സംസ്ഥാന സർക്കാരിനും LDFനും ഏതെങ്കിലും തരത്തിൽ ദോഷം ചെയ്യുമെങ്കിൽ ആ നുണയും അതിൻ്റെ കൂടെ ഇരിക്കട്ടെ എന്ന് വെക്കുകയാണ്. ഈ നുണ മാത്രമല്ല, പല നുണകളുണ്ട്. അതാണ് നാം കാണേണ്ടത്. CMA മങ്കട വേങ്ങര മണ്ഡലങ്ങളിൽ LDF സ്ഥാനാർത്ഥിക്കാണ് SDPI പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ വേങ്ങരയാണെങ്കിൽ ഈ കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥി. ഇത് ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണോ അതോ മറ്റ് SDPI മത്സരിക്കാത്ത മണ്ഡലങ്ങളിലും ഈ പിന്തുണ SDPIയുടേത് ലഭിക്കുമോ? ഇവിടെ ഞങ്ങൾ മത്സരിക്കുന്നത് LDF എന്ന നിലക്ക് തന്നെയാണ്. LDFന്റെ നയം വളരെ പ്രസിദ്ധമാണ്. LDF സാധാരണ നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ചില സ്വതന്ത്രരെ നിർത്താറുണ്ട്. എല്ലാ കാലത്തും സ്വതന്ത്രരെ നിർത്തിയിട്ടുണ്ട്. ആ സ്വതന്ത്രരെ നിർത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ രീതികളല്ല, നല്ല സംശുദ്ധരായ സ്വതന്ത്രരെയാണ് ഞങ്ങൾ എപ്പോഴും നിർത്താറുള്ളത്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നല്ല നിലക്ക് ജയിച്ചു വന്നിട്ടുമുണ്ട്. മലപ്പുറത്ത് ഞങ്ങൾ നടത്തിയ പല പരീക്ഷണങ്ങളും നല്ല നിലക്ക് ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ലീഗിന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. UDFന് പ്രയാസങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ തെറ്റായ ഒരു ചിത്രം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമമാണത്. മങ്കടയിലൊക്കെ നല്ല നിലയിലുള്ള പോരാട്ടമാണ് നടക്കുന്നത്. ഇത്തവണ LDFന് വിജയസാധ്യതയുള്ള മണ്ഡലമായിട്ട് തന്നെ മാറുന്നു എന്നതാണ് മങ്കടയുടെ പ്രത്യേകത. സംസ്ഥാനത്ത് SDPI LDF ധാരണ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നതാണ് ചെന്നിത്തല പറയുന്നത്. മാത്രമല്ല EP ജയരാജൻ എന്ന് പറയുകയും ചെയ്തു SDPI ഉൾപ്പെടെയുള്ള ആരുടെ വോട്ടും വേണ്ടെന്ന് വെക്കാൻ LDF തയ്യാറുണ്ട്. ചെന്നിത്തല പറയുന്നത് ഇപ്പം ഈ നുണകൾ പറയുന്നതിൽ ഇവരെല്ലാം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനക്കെന്താ ചെയ്യാൻ പറ്റുന്നതിൽ വല്ലാത്ത പ്രചരണങ്ങളാണ് നുണകളെന്ന നിലക്ക് അവരഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നുണ പറഞ്ഞിട്ട് LDFനെ പ്രതിരോധത്തിലാക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതെന്തിനാണ് എന്ന് നിങ്ങളെപ്പോലുള്ളവർ ചിന്തിക്കണം. ഞങ്ങൾക്ക് നാടിൻ്റെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. ഈ 10 വർഷക്കാലം എന്ത് ചെയ്തു? 2011 മുതൽ 16 വരെ ഭരിച്ച UDF ഗവൺമെൻറ് എന്തായിരുന്നു കേരളത്തിൻ്റെ അനുഭവം? അത് എത്രത്തോളം തകർച്ചയുണ്ടാക്കി? അവിടുന്ന് 2016 LDF ഗവൺമെൻറ് വന്നപ്പോൾ 21 വരെ നടത്തിയ പ്രവർത്തനം അത് ജനങ്ങളിൽ ഏത് തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കി? അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ ചരിത്രം തിരുത്തി LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്നു. അന്നും വലിയ പ്രചരണങ്ങളൊക്കെ നടത്തിയല്ലോ. ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ജനങ്ങളത് സ്വീകരിച്ചില്ലല്ലോ. ഇതെല്ലാം ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ജനങ്ങളുടെ അനുഭവം നല്ല രീതിയിൽ നാട് അഭിവൃദ്ധിപ്പെട്ടു എന്നുള്ളതാണ്. ഞാനിപ്പോൾ വളരെ വിശദമായിട്ട് പോകുന്നില്ല. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗം, നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസന മേഖല, ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ കാർഷിക രംഗം, മറ്റൊട്ടേറെ രംഗങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള വളർച്ചയാണ് നമ്മുടെ നാടിനുണ്ടായത്? അതിൻ്റെ ഭാഗമായല്ലേ നാടിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിക്കുന്ന നിലയുണ്ടായത്. കഴിഞ്ഞില്ല ഞാൻ ലേശം വെള്ളം കുടിച്ചിട്ട് അത്തരത്തിലുള്ള വിധി ജനങ്ങൾ നൽകുമ്പോൾ എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു ഓർമ്മയില്ലേ? ബിരിയാണി ചെമ്പും ബിരിയാണിക്കകത്തെ സ്വർണവും, അങ്ങനെ പല കഥകളായിരുന്നില്ലേ പ്രചരിപ്പിച്ചിരുന്നത്? പക്ഷെ അതാണോ ജനങ്ങൾ മുഖവിലക്കെടുത്തത്? ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിത്യജീവിതത്തിൽ വരുന്ന മാറ്റമുണ്ടല്ലോ. ആ നിത്യജീവിതത്തിൽ മാറ്റം വന്നല്ലോ ആ കാലത്ത്. അതിൻ്റെ ഭാഗമായി 2021 LDFന് തുടർഭരണം സമ്മാനിച്ചു. 21 മുതൽ 26 വരെയോ കേരളം നേടിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമായിരുന്നു എന്നല്ലേ ജനങ്ങൾ ചിന്തിക്കുന്നത്. അത് ജനങ്ങൾ അറിയരുത്. അതിനാണ് ഈ നുണകൾ പടച്ചുവിടുന്നത്. നമ്മുടെ കേരളം ഇപ്പോൾ ലോകത്തിൻ്റെ വൻ ശ്രദ്ധയിലാണല്ലോ. കാരണം ലോകത്ത് അപൂർവം രാഷ്ട്രങ്ങൾ മാത്രമേ അതിദാരിദ്ര്യമുക്തമായിട്ടുള്ളൂ. നമ്മുടെ സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി. എങ്ങനെയാണ് അത് സംഭവിച്ചത് എന്നല്ലേ ലോകം ആശ്ചര്യപ്പെടുന്നത്. അത് LDF ആയതുകൊണ്ടല്ലേ.
എന്താണ് LDFന്റെ പ്രത്യേകത? എന്താണ് UDFന്റെയും BJPയുടെയും പ്രത്യേകത? UDFും BJPയും ഒരേ നയമാണ്, കോൺഗ്രസും BJPയും ഒരേ നയമാണ്, അതായത് ആഗോളവൽക്കരണ നയം. ആഗോളവൽക്കരണ നയത്തിന്റെ പ്രത്യേകത എന്താ? കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുക, കോർപ്പറേറ്റുകൾക്കാണ് പിന്തുണ, സമ്പന്നരെ അതിസമ്പന്നരാക്കുകയാണ്. LDF ആഗോളവൽക്കരണ നയമല്ല, ജനപക്ഷത്താണ് നിൽക്കുന്നത്, പാവപ്പെട്ടവരുമാണ് പ്രതിബദ്ധത. അതിന്റെ ഭാഗമായല്ലേ ഈ കാര്യം ആലോചിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നമ്മളെക്കാളും നല്ല സാമ്പത്തിക ശേഷിയുള്ള സംസ്ഥാനങ്ങളില്ലേ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത് ആലോചിക്കാൻ കഴിഞ്ഞോ? കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം കേരളം ഇങ്ങനെ ആയിട്ടുണ്ടല്ലോ, ഞങ്ങളും നോക്കട്ടെ എന്ന് ആരെങ്കിലും ചിന്തിച്ചു? ഏതെങ്കിലും സംസ്ഥാനം നോക്കിയോ? അവിടെയാണ് വ്യത്യാസം. അതാണ് LDFന്റെ പ്രത്യേകത. ആ പ്രത്യേകത ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ഇന്ന് കേരളത്തിന്റെ എല്ലാ രംഗങ്ങളും എടുത്തോ, എത്രമാത്രം അഭിവൃദ്ധിയാണ് ഉണ്ടായിട്ടുള്ളത്? നിത്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എത്രത്തോളമാണ്? ഇത് മറച്ചു വെക്കണം, ഇതിലേക്ക് ആളുകൾ ശ്രദ്ധിക്കരുത്. മറ്റ് തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതിന് പച്ച നുണ അവതരിപ്പിച്ചിട്ട് നുണകളുടെ ഒരു ഘോഷയാത്രയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. പക്ഷേ അതൊന്നും ജനങ്ങളെ യേശില്ല. ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് നമ്മൾ കാണും. സോഫ്റ്റ്വെയർ തട്ടിപ്പ് ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. അതായത് ദിനേശ് സംഘത്തിന് സോഫ്റ്റ്വെയർ, ഈ സഹകരണ ബാങ്കുകളുടെ ഏകോപിപ്പിക്കുന്ന സോഫ്റ്റ്വെയറിന് ടെൻഡർ നൽകി അത് ഉയർന്ന വിലക്കാണെന്നൊക്കെയാണ് ആരോപണം. ഈ എല്ലാ സംഗതികൾക്കും മറുപടി പറയാൻ പുറപ്പെട്ടാൽ അത് അവരുടെ ഒരു അജണ്ട നടപ്പാകലാവും. കാരണം ഇല്ലാത്തൊരു കാര്യം ഉന്നയിക്കുക, അങ്ങനെ ഉന്നയിച്ചിട്ട് അതിനകത്ത് LDFനെ കുടുക്കിയിടുക. LDF നാടിൻ്റെ വികസനത്തെ പറ്റി പറയാതിരിക്കുക. നാടിൻ്റെ വികസനത്തെ പറ്റി പറയുന്നത് ഇവർക്ക് പ്രയാസം സൃഷ്ടിക്കും എന്നാണ് അവർ കാണുന്നത്. അതിനുവേണ്ടിയുള്ള ചില കുതന്ത്രങ്ങളാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എല്ലാ കാര്യത്തിലും നമ്മുടെ രമേശ് ചെന്നിത്തല ചിലരോട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അഴിമതി കാര്യങ്ങൾ ഉന്നയിച്ച് അത് നുണ എന്ന രീതിയിൽ നല്ല രീതിയിൽ കെട്ടിച്ചമച്ച് ഉന്നയിക്കുക, അതിലും മത്സരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവർക്കൊക്കെയുള്ളൊരു ഗുണം കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് എത്ര നിശിതമായ വിമർശനമാണ് ഇവർക്ക് നേരിടേണ്ടി വന്നത്. നിങ്ങൾ എന്തിനാണ് ഹൈക്കോടതിയിലേക്ക് വരുന്നതെന്ന് തന്നെ ചോദിച്ചില്ലേ? ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി വരുന്നതല്ലേ എന്ന് ചോദിക്കുന്ന നിലയുണ്ടായില്ലേ? ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിന് ലഭിച്ച ഏറ്റവും കടുത്ത വിമർശനമായിരുന്നില്ലേ അത്? ഇവിടെ നമ്മൾ കാണേണ്ടത് 4415 സഹകരണ സ്ഥാപനങ്ങളാണ്. അവയിൽ പൊതുവായ സോഫ്റ്റ്വെയർ നടപ്പാക്കണം. അത് നേരത്തെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിനായി 2021 ടെൻഡർ, ആ ടെൻഡർ അനുസരിച്ച് 206 കോടി രൂപക്ക് ടാറ്റ കൺസൾട്ടൻസി സർവീസസിന് ലെറ്റർ ഓഫ് ഇൻറ്റന്റ് നൽകി. പക്ഷേ 2024 ഒക്ടോബറിൽ അവർ ഏകപക്ഷീയമായി പിന്മാറി. ഇത് ഒന്നുകൂടി ശ്രദ്ധിച്ചോളി. 2024 അവര് പിൻവാങ്ങുന്നത്. 2021 ടെൻഡർ. ആ ടെൻഡർ അനുസരിച്ചാണ് 206 കോടി രൂപക്ക് TCCന് കൺസൾട്ടൻസി ഈ ലെറ്റർ ഓഫ് ഇൻറ്റന്റ് നൽകുന്നത്. അവര് പിന്മാറിയതിനെ തുടർന്ന് 2025 മാർച്ചിൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം, യോഗമാണ് കേട്ടത്. ആ യോഗം പുതിയ ടെൻഡർ ക്ഷണിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പുതിയ ടെൻഡർ ക്ഷണിച്ചു.
അപ്പോൾ ഹൈ ലെവൽ കമ്മിറ്റിയുടെ വിശദമായ പരിശോധന, നിയമവകുപ്പിൻ്റെ അനുമതി, ഇതെല്ലാം ലഭിച്ചതിന് ശേഷം ടെക്നിക്കൽ ഫിനാൻഷ്യൽ ബിഡുകൾ അത് വിലയിരുത്തി ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി. അതോടൊപ്പം ഹൈക്കോടതിയും ടെൻഡർ നടപടികൾ തുടരാനും വിജയിച്ച ബിഡർക്ക് അവാർഡ് നൽകാനും അനുമതി നൽകി. ഇത്രയെല്ലാം കാര്യങ്ങൾ ഈ കാര്യത്തിൽ സംഭവിക്കുകയാണ്. പുതിയ പദ്ധതിയിൽ ഡാറ്റയും സോഴ്സ് കോഡും സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുൻ സാസ് മാതൃകയിൽ ഇതുണ്ടായിരുന്നില്ല. ആ മാതൃകയിൽ പോയിരുന്നുവെങ്കിൽ സഹകരണ മേഖലയിൽ വ്യാപിപ്പിക്കാൻ ഏകദേശം 1000 കോടി രൂപ ചെലവ് വരുമായിരുന്നു ഈ പദ്ധതി മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലും എത്തിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 23,000 സഹകരണ സംഘങ്ങളിലേക്കും കുറഞ്ഞ ചെലവിൽ സോഫ്റ്റ്വെയർ വ്യാപിപ്പിക്കാൻ കഴിയും. മറ്റ് കമ്പനികളെ ഒഴിവാക്കിയെന്ന ആരോപണം തെറ്റാണ്. ഏകദേശം 45 കമ്പനികൾക്ക് കൺസോർഷ്യം രൂപത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയിരുന്നു. സാങ്കേതിക വിലയിരുത്തലിന് യോഗ്യമായ കമ്പനിക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചു. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തു. ഇത്രയെല്ലാം സുതാര്യമായി നടന്ന ഒരു കാര്യത്തിലാണ് അഴിമതി ആരോപണമായിട്ട് വരുന്നത്. അപ്പോൾ ആരോപണം ഉന്നയിക്കുക, അത് മാത്രമാണ് ഉദ്ദേശം. എല്ലാം സുതാര്യമായി നടന്നതാണ്. ഈ ആരോപണത്തിൽ ഒരു വസ്തുതയും ഇല്ലാത്തതുമാണ്. ഈ മണ്ഡല മണ്ഡലത്തിൽ ഈ SDPIയുടെ പിന്തുണ, അവർ നേരത്തെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, പിന്നീട് LDF സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അതിൽ വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, മങ്കടയിൽ ഞങ്ങൾ നല്ല സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്, നല്ല രീതിയിൽ ജയിച്ചു വരും. നിങ്ങൾ എന്തിനായാലും വല്ലാതെ വിഷമിക്കുന്നത്? ആ വിഷമം കൊണ്ട് കുറച്ച് നടക്കി, അത് വേറൊന്നും ചെയ്യാനില്ലല്ലോ. പ്രയാസം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ വിഷമം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളെ വിഷമം മനസ്സിലാക്കാൻ എല്ലാവർക്കും കഴിയല്ലോ. VD സതീശൻ അടക്കം പറയുന്നത് തൃശ്ശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം കലക്കിയത് മുഖ്യമന്ത്രിയാണ് എന്ന ആരോപണം. അതാ ഞാൻ പറഞ്ഞത്, എന്തും വിളിച്ചു പറയാൻ എല്ലില്ലാത്ത നാക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനൊന്ന് എല്ലാറ്റിനും മറുപടി പറയാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇതൊന്നും നാട്ടിൽ ചെലവാകാൻ പോകുന്നില്ല. നാടിനും ജനങ്ങൾക്കും എല്ലാ കാര്യങ്ങളെയും പറ്റിയും വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അറിവും ഒരു തരത്തിലുള്ള അംഗീകാരവും ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന കരുതണ്ട. ഡീലിന്റെ കാര്യം പറയുമ്പോൾ ഇന്നലെ ഏതോ RSS നേതാവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ ആരെയും ശ്രദ്ധയിലില്ല എന്നല്ലേ? ഒരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, അത് ഇദ്ദേഹം തന്നെ 1-2 ഘട്ടങ്ങളിൽ RSSന്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു എന്നുള്ളത് ഒരു RSS നേതാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഗതികേടൊന്നും ഞങ്ങൾക്കൊരു കാര്യമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീലിനുമില്ല. ഞങ്ങളെല്ലാം സുതാര്യമാണ്. ഒരു വർഗീയതയോടും ഞങ്ങൾക്ക് ബന്ധങ്ങളുണ്ടാകാറില്ല. വിട്ടുവീഴ്ചയില്ലാതെ വർഗീയത എതിർത്തു പോകുന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ഇതേവരെ അതാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയാണ് സ്വീകരിക്കുക. അപ്പോൾ തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാലക്കാടാണ് ഈ ഡീൽ വിവാദം ആദ്യമായിട്ട് VD സതീശൻ ഉന്നയിക്കുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യമായിട്ട് ഈ ഒരു അജണ്ട നിശ്ചയിക്കുന്നതും UDF ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥ വിഷയങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാനാണോ ഈ പാലക്കാട് പോലുള്ള സ്ഥലത്ത് ഡീലാരോപണം ഉന്നയിക്കുന്നതാണോ കഴിയുന്നത്? അജണ്ട നിശ്ചയിക്കുന്നത് UDF അല്ല. അജണ്ട നിശ്ചയിക്കുന്നത് UDFന്റെ ഈ ഉപദേശകരുണ്ടല്ലോ, എന്താ ഒരു പേരില്ലേ, കനകൂല്, അങ്ങനെയുള്ളവരാണ് ഈ അജണ്ട നിശ്ചയിച്ചു കൊടുക്കുന്നത്. അവരുടെ ഉപദേശമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ പെരുമഴ ഉണ്ടാക്കണം എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ
ഉന്നയിക്കാൻ നല്ല അവസരം അവർക്കുണ്ടായിരുന്നില്ലേ അസംബ്ലിയിൽ? ഈ കഴിഞ്ഞ അസംബ്ലി, നമ്മുടെ നിയമസഭാ സമ്മേളനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നൊരു കാര്യമല്ലേ? അതിനകത്തല്ലേ ഈ പറയുന്ന എല്ലാം ഉന്നയിക്കേണ്ടത്? ഒരക്ഷരം സംസാരിച്ചു. അവിടെ നയപ്രഖ്യാപനത്തെ പറ്റി 3 ദിവസം സംസാരിക്കുക, നമ്മുടെ ബജറ്റിനെ കുറിച്ച് 3 ദിവസം സംസാരിക്കുക. ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായി. അവർക്ക് ആരോപണങ്ങൾ ഉന്നയിക്കായിരുന്നല്ലോ. മന്ത്രിമാർക്കൊക്കെ എതിരായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചോ? സാധാരണ പ്രതിപക്ഷം എടുക്കുന്നൊരു അവകാശമല്ലേ ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കൽ. അവിശ്വാസം പാസ്സാകുന്നില്ല, എന്നാലും ഒരു അവസരമാണല്ലോ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെന്റിനെതിരായിട്ട് പറയാൻ. ഭരണകക്ഷി അങ്ങനെ എരിപൊരി കൊള്ളിക്കാൻ പറ്റുന്നൊരു അവസരമല്ലേ? എന്തേ ഉപയോഗിക്കാതിരുന്നത്? എന്താ അവരാരും അതിനകത്ത് തയ്യാറാകാതിരുന്നത്? അവിടെയാണ് നിങ്ങൾ കാണേണ്ടത്. അവര് ഇത്തരം വേദികളിൽ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ തയ്യാറല്ല. കാരണം കിട്ടുന്ന മറുപടി കനത്തതായിരിക്കും. വസ്തുതകളാണ് പറയുക. അത് കേട്ട് അവരാണ് എരിവരി കൊള്ളേണ്ടി വരിക. അതുകൊണ്ടാണ് അതിൽ നിന്ന് ഒളിച്ചോടാൻ തയ്യാറായത്. ഇവിടെ ഈ പാലക്കാട് മണ്ഡലത്തിൽ ഞങ്ങള് നല്ല രീതിയിൽ വിജയിക്കാനാണ് പോകുന്നത്. നല്ല സ്വീകാര്യത ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇവിടെ എന്താണ് ഈ പറയുന്ന പ്രചരണത്തിന്റെ അടിസ്ഥാനം? നേരത്തെ ഗുരുവായൂരിലൊരു RSS നേതാവ് പറഞ്ഞൊരു കാര്യം, ഒരു BJP നേതാവ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഏകദേശം അതിന് സമാനമല്ലേ ഇവിടെ പറഞ്ഞ കാര്യം? നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ സുന്ദരസ്വാമി ആയിരുന്നില്ലേ ഇവിടെ കുറെ കാലം MLA ആയിട്ടുണ്ടായിരുന്നു? ആ സുന്ദരസ്വാമിയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഇതെല്ലാം നമ്മുടെ നാടിന്റെ ചരിത്രമല്ലേ? നൗഷാദായിരുന്നില്ലേ? ഞങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്നില്ലേ അദ്ദേഹം? ഇപ്പൊ ഈ ജില്ലയിലെ നേതാവല്ലേ അദ്ദേഹം? ഏത് തരത്തിലാണ് പാലക്കാട് സ്വീകരിച്ചത്? അപ്പോ തെറ്റായൊരു പ്രചരണം മറ്റൊരു ആംഗിളിലൂടെ നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചത്. എന്നാൽ ആരോപണം അതിന്റെ വഴിക്കങ്ങ് പോകും. ഞങ്ങൾ നല്ല നിലക്ക് ജയിച്ചു വരികയും ചെയ്യും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ബാക്കി കാര്യം പിന്നെ പാലക്കാട് കൗൺസിലർക്കെതിരെ ഒരു പ്രീതിയിടുന്ന ആരോപണം പറഞ്ഞു. 21 വയസ്സുള്ള ദളിത് പെൺകുട്ടി മുഖ്യമന്ത്രി പരാതി നൽകിയെന്നാണ് അറിയാൻ. ആ വിഷയത്തിൽ